നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. രാവിലെ ആദർശിന്റെ നയനയുടെ കഥയൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ കഥയൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അപ്പൊ കാണുന്നവരത് മറക്കാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നവ്യക്കൊരു പുതിയ ഓഫറൊക്കെ വരുവാണ്, ഒരു പരസ്യത്തിനകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നവ്യ ആലോചിച്ചു, നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ച് കാലങ്ങളായിട്ട് നവ്യയുടെ മനസ്സിൽ ആ മോഹമുണ്ട്. ഈ കുടുംബത്തിൽ ഇനി തനിക്കും അഭിക്കും ഒന്നും പിടിച്ചുവെപ്പുണ്ടാകത്തില്ല. ഇനിയിപ്പോ താൻ എന്തെങ്കിലും അഭിനയിക്കാനൊക്കെ പോണം, എങ്കിൽ മാത്രം ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിലും അഭിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ കമ്പനിയില്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരുന്ന് കഴിയുമ്പോഴത്തേനാണ് നവ്യയെ തേടി ആ ഒരു പരസ്യത്തിന്റെ ഇതെത്തുന്നത്. അത് അഭിയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേ. കാരണം അഭിക്കറിയാം നവ്യക്ക് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നവ്യയെ വെച്ചൊരു കളി കളിക്കണം. അതിന് വേണ്ടിയിട്ട് അഭിയാണ് ബാക്കി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്. ആ ജ്വല്ലറി എന്ന് പറഞ്ഞാലോ, അത് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായ ജ്വല്ലറി ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കാനാണ് നവ്യയെ വിളിച്ചത്. അങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ അഭിയാന്നുള്ള കാര്യമൊന്നും അഭി നവ്യയോട് പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയൊരു പരസ്യത്തിനകത്ത് അഭിനയിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോ നവ്യ അതുമായിട്ട് നേരെ അഭിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അഭിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അഭി, എനിക്ക് ഇങ്ങനെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല, നിന്റെ ഒരു അഭിപ്രായം പറ. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ ജലജ അഭിക്ക് എതിരായിരുന്നു നവ്യ അങ്ങനെ പോകുന്നതില്. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നവ്യ ഇങ്ങനെ എത്ര നല്ല വേഷത്തിലല്ലാതെ പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോയ സമയത്ത് അതിനെ എല്ലാവരും അനന്തമൂർത്തി ഉൾപ്പെടെ എല്ലാവരും അതിനെ എതിർത്താണ്. അപ്പൊ പിന്നെ ഇനി അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുന്നൊരു ചിന്ത നബിയുടെ മനസ്സിലുണ്ട്. എന്നാലും നബിക്കൊരു സന്തോഷം, മനസ്സിലൊരു സന്തോഷം, ഇത് തനിക്ക് ചെയ്യണമെന്നൊരു ചിന്ത. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ വീട്ടിലുള്ളവരെ എല്ലാവരും വെല്ലുവിളിക്കാൻ തുല്യമായിരിക്കും. അല്ലെങ്കിൽ നബിയെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അബിയുടെ എൻ്റെ അമ്മയുടെ കാര്യം നോക്കാണ്ട് നിങ്ങളാരും വരണ്ടെന്നൊക്കെ വെല്ലുവിളിക്കുന്ന പോലെയാണ് നയനയോടും ദേവേനോടും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്തരം ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നബിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അബിയോട് പറഞ്ഞു കഴിഞ്ഞപ്പം അബി പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യുക, നിന്റെ ഇഷ്ടത്തിനൊപ്പം ഞാൻ എപ്പോഴും നിൽക്കുള്ളൂ. ജലജ പറഞ്ഞു, മോളെ, നമ്മൾ ഇവിടെ താഴ്ത്തിക്കെട്ടാനും തളർത്താനുമായിട്ടും ഈ കുടുംബത്തിലുള്ള എല്ലാവരും ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമ്മൾ അങ്ങനെ തോറ്റു പിന്മാറാൻ പാടില്ല. അറിയാലോ, നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ വിജയിക്കണം. നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചോ. അല്ലമ്മേ, അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കേണ്ടത്. അതിനെന്താ മോളെ, പണം കിട്ടുമെങ്കിൽ പിന്നെ ആരുടെ പരസ്യത്തിനോട് അഭിനയിക്കാൻ പോയാലും എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ ധൈര്യമായിട്ട് അഭിനയിച്ചോ. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണ നിനക്കുണ്ടായിരിക്കും. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ അറിയാലോ, നിനക്കോ എനിക്കോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവായ അബിക്കോ ഈ കുടുംബത്തിൽ എന്തേലും വിലയുണ്ടോ? ഇല്ല. അബിയുടെ ഉള്ള ജോലി വരെ തെറിപ്പിച്ച് കളഞ്ഞില്ലേ. എന്നിട്ടാ ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ജലജയാണ് മാക്സിമം നബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇവളെ വെച്ചിട്ട് കളി കളിക്കണം, എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിനൊരു പിടിച്ചുനിൽപ്പ് ഉണ്ടാവത്തുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. കാരണം അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലജയോട്, അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മ അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കണം, എങ്കിലോ നമുക്കിവിടെ ഒരു പിടിച്ചുവെപ്പുണ്ടാവുള്ളൂ, നമ്മൾക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നബിയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം കുളം കലക്കി മീൻ പിടിക്കാന്ന് പറഞ്ഞ കണക്ക് നബി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഓഹരി കിട്ടാവുന്ന മേടിച്ചോണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാന്നൊരു ചിന്തയായിരുന്നു നബിയുടെ മനസ്സിൽ. നബിയെ പതുക്കെ ഒഴിവാക്കി വിടുകയും ചെയ്യാം, നബിയെ എവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യണം. അങ്ങനെ പല ഉദ്ദേശങ്ങളോടും കൂടിയിട്ടാ അബി ഇതൊക്കെ ചെയ്യുന്ന പോലും. ജലജ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് പോയി കഴിഞ്ഞപ്പം അബി പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീ ഇങ്ങനെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോവാന്നറിഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നിന്നെ എതിർക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോ. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭർത്താവായ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ഈ കുടുംബത്തിലുള്ളവരെ എതിർത്താലും നീ കാര്യമായിട്ട് എടുക്കണ്ട. നമ്മുടെ ജീവിതമാണോ വലുത്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ ഇപ്പം നിനക്കോ എനിക്കോ കുടുംബത്തിൽ എന്തെങ്കിലും വില വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നപ്പം ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും തിരിഞ്ഞു നോക്കില്ലായിരുന്നോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എനിക്ക് ജോലി ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുക. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ആദർശേണ്ണോ നല്ല മാന്യനായിട്ട് MD സ്ഥാനം എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ എന്തായി? ആദർശേണ്ണ ഒരു പ്രശ്നമില്ല. പ്രശ്നം മൊത്തം എനിക്കാണ്. അങ്ങനെ നവ്യയുടെ മനസ്സിനെ ഒന്ന് കുഴപ്പിക്കണം. ഒടുവിൽ നവ്യക്ക് മനസ്സിലായി, താൻ ഇതിൽ അഭിനയിച്ചേ മതിയാവുള്ളൂ, താൻ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല. എന്തിനു നോക്കണം? തനിക്ക് തൻ്റെ ഇഷ്ടം, തനിക്ക് തൻ്റെതായൊരു വ്യക്തിത്വമുണ്ട്. ആരുടെ മുന്നിൽ താൻ തൻ്റെ വ്യക്തിത്വം അടിയറോ പറയേണ്ട കാര്യമില്ല.
അഭിനയിക്കാൻ പോകാൻ തന്നെ നവ്യ തീരുമാനിച്ചു. അങ്ങനെ നവ്യ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അഭിനയിക്കാൻ പോവാ. ജലജയെ കുഞ്ഞിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ജലജ നോക്കിക്കോളാം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് പറ്റാം എന്ന കാര്യം നീ ചെയ്തു. നവ്യ നോക്കി കഴിഞ്ഞപ്പം നല്ല പൈസയും കിട്ടും. അങ്ങനെ അഭിനയിക്കാനായിട്ട് പോയി. പിന്നീടാണ് ആദർശ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാമായി. കാരണം ആ പരസ്യം എന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിലില്ല, നല്ല ഡ്രസ്സൊന്നും ധരിച്ചല്ല. അപ്പം അതൊക്കെ ആദർശിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മൂർത്തി ജ്വല്ലറിയിലെ അല്ലെങ്കിൽ അബിയുടെ ഭാര്യയാണ് നവ്യ. അപ്പം ആ പേരിലല്ലേ പുറത്തൊക്കെ അറിയപ്പെടുന്നത്. പോരാത്തേനും അനന്തമൂർത്തിയുടെ കൊച്ചുമാൻ്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പെൺകുട്ടി വന്ന് ഇങ്ങനെ ഒരു പരസ്യത്തിൽ അഭിനയിക്കുക, അതും എതിരാളിയായ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിനെ വിളിച്ച് ഓരോരുത്തരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആദർശിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, നാണക്കേടായി. ആദർശ് നയനയെ വിളിക്കുകയാണ്. നയനയെ വിളിച്ചിട്ട് നയനയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും ഭയങ്കര വിഷമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയില്ല. നയന പിന്നീട് ദേവേൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവേൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണം. അമ്മേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ആദർശാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ദേവേനെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ, എനിക്കറിയില്ല. ആദർശാണ് നല്ല ദേഷ്യത്തിലൊക്കെയാ. അല്ല, നവ്യേച്ചിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതാ എനിക്ക് മനസ്സിലാകാത്തെ. നവ്യക്ക് ഇത് എന്തിന്റെ ആവശ്യമെന്ന്. അതെ, അവളുടെ കാര്യങ്ങളെ കുടുംബത്തിലെല്ലാവരും നോക്കുന്നില്ലേ? അല്ലെങ്കിൽ കുഞ്ഞിന്റെ അവളുടെ കാര്യങ്ങളൊക്കെ ആദർശം നീയൊക്കെയാലും നോക്കണേ. പിന്നെ എന്തിനാ അവൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച് ആരോടും ഒരു വാക്ക് പോലും പറയാതെ? അതാ എനിക്കറിയത്തില്ലാത്തതെന്ന് പറയാണ്. പിന്നീട് ദേവേനി നേരെ മുത്തശ്ശനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇതങ്ങനെ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല ദേവേനി. നവ്യയുടെ മനസ്സിലേക്ക് ഇപ്പൊ വേണ്ടാത്ത ചിന്തകളൊക്കെ കേട്ടുവിടുന്ന ജലജ അഭിയാൻ തോന്നേ. അവരിതിന്റെ പിന്നിൽ കാണുമായിരിക്കും. അല്ലെങ്കിൽ നവ്യ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കത്തില്ല. അവര് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നോണ്ടാ. അവനെന്താണല്ലോ ഈ ജന്മത്തിൽ നന്നാവും എനിക്ക് തോന്നില്ല. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ആ കുട്ടിക്ക് ഇത് എങ്ങനെ തോന്നി? അവളുടെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ലായിരുന്നല്ലോ അവിടെ. അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിന്റെ കാര്യത്തിലും. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ട് വരട്ടെ, എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. അവർക്ക് നല്ല ടെൻഷനായി. നാളെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും മുത്തശ്ശനോടാണെങ്കിലും എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കില്ലേ? അപ്പൊ അവരോടൊക്കെ എന്ത് മറുപടി പറയണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് നയന കനികയും ഗോവിന്ദനെയും വിളിക്കുകയാണ്. കനികയും ഗോവിന്ദനെയും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ നവേച്ചി പരസ്യത്തിൽ അഭിനയിക്കാൻ പോയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, എൻ്റെ മോളെ, ഇനി ഇത് മറച്ചു വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഉള്ള സത്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറ. അവളുടെ അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. കനക പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് വിളിക്കാന്നൊക്കെ പറയാം, മോള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നവ്യ ഭയങ്കര അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. നവ്യക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കുറെ കാലങ്ങളായിട്ട് മനസ്സിലുള്ള ആഗ്രഹം വീണ്ടും അത് ഒന്ന് പൂവിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിച്ച് തിരികെ പോരുവാണ്. അപ്പോഴേക്കാണ് കനകയുടെ കോള് വരുന്നത്. കനക വിളിച്ചിട്ട് നവ്യയെ കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ആ സമയം നവ്യ പറഞ്ഞു, അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ ഭർത്താവ് ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തോ? ഒരു പട്ടിയുടെ വില പോലും എന്നെ എനിക്ക് തന്നില്ല. അതേ അവസ്ഥയാണിപ്പം അവിടെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളതും. അപ്പം പിന്നെ എൻ്റെ ഇഷ്ടത്തിനും ഞാൻ ജീവിക്കണ്ടേ? എൻ്റെ ഭർത്താവിന് ഇപ്പം ജോലിയില്ല, ഞങ്ങൾക്ക് വരുമാനം വേണ്ടേ? എല്ലാത്തിനും എന്തിനും ഏതിനും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഞാനിത് തന്നെ ചെയ്ത് ജീവിക്കും. അല്ല, ഇനിയിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാം. അച്ഛനും അമ്മയും കുറെ പണം ഇങ്ങ് താട്ട്. ഞാൻ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോകുന്നൊന്നുമില്ല, പ്രശ്നം തീർന്നില്ലേ? ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, നവിയെ, നീ ഈ ചെയ്യുന്നുണ്ടല്ലോ, ഇത് അനന്തപുരിക്കാർക്ക് ചേർന്നൊരു കാര്യമല്ല. കാരണം അവർക്ക് നാളെ സമൂഹത്തിൽ തലയുയർത്തി നടക്കേണ്ട. അച്ഛൻ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അച്ഛൻ നാളെ തൊട്ട് പുറത്തിറങ്ങണ്ട. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതിയാവുള്ളൂ. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കോളം കൂടെ കട്ട് ചെയ്തു. നവിക്ക് മനസ്സിലായി എല്ലാവരും ചൂട് പിടിച്ചു കഴിഞ്ഞെന്ന്. അങ്ങനെ നവിയെ ഭയങ്കര സന്തോഷത്തോടെ ഇട്ടാണ് പരസ്യത്തിലാക്കി അഭിനയിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതും മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ദേവേനയൊക്കെ ഹാളിലുണ്ടായിരുന്നു. ജലജ ഉണ്ടായിരുന്നു. ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ഒന്ന് നോക്കുകയാണ്. അപ്പോഴത്തേനും മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായ കാര്യം എന്താന്ന്. കാരണം ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ഇതിന്റെ അവസാനം വേണമല്ലോ. നവ്യയുടെ ഈ പരിപാടികൾ ഇപ്പം തന്നെ ഒരു സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കലാശിക്കുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം നവ്യക്കിട്ട്
എന്താണെങ്കിലും പണി കൊടുക്കാൻ തന്നെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.